മണിക്കൂറുകൾ നീണ്ട ചർച്ച ഫലം കണ്ടില്ല. മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളും. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ തീരുമാനം നീളും. ഇതു സംബന്ധിച്ച തീരുമാനമെടുക്കാൻ ഡൽഹിയിൽ ചേർന്ന നിർണായക യോഗത്തിൽ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും അവകാശവാദമുന്നയിച്ചു. എം.എൽ.എമാരുടെ അഭിപ്രായം പരിഗണിക്കണമെന്ന് കെ.സി. വേണുഗോപാലും സീനിയോറിറ്റി പരിഗണിക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ജനാഭിപ്രായം മാനിക്കണമെന്ന് വി.ഡി. സതീശനും യോഗത്തിൽ ആവശ്യപ്പെട്ടുവെന്നാണ് സൂചനകൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം പിന്നീടായിരിക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രവർത്തകർ ആർക്കും വേണ്ടി പ്രകടനങ്ങൾ നടത്തരുതെന്നും സ്ഥാപിച്ച ബോർഡുകൾ നീക്കം ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. തമിഴ്നാട് സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കി തമിഴക വെട്ടുകഴകം അധ്യക്ഷൻ വിജയ്. വിടുതലൈ ചിരുത്തകൾ കച്ചി വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ തമിഴ്നാടിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി വിജയ് അധികാരമേൽക്കുമെന്ന് ഉറപ്പായി. നിയമസഭയിൽ 2 സീറ്റുകളുള്ള വി.സിക്ക് തങ്ങളുടെ പിന്തുണക്കത്ത് ടി.വി.കെ നേതാവ് ആദവ് അർജുനയ്ക്ക് കൈമാറി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം വിജയ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് ഡൽഹിയിലെത്തിയ വി.ഡി. സതീശന് സ്വീകരണമൊരുക്കിയ മുസ്ലിം ലീഗ് പ്രവർത്തകർ കെ.പി.സി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫിനെ വരവേറ്റത് കൂക്കിവിളികളോടെ. മുദ്രാവാക്യം വിളിച്ചും ഷാൾ അണിയിച്ചുമാണ് ലീഗ് പ്രവർത്തകർ സതീശനെ വരവേറ്റത്. തൊട്ടു പിന്നാലെ സണ്ണി ജോസഫ് എത്തിയപ്പോൾ ആഘോഷാന്തരീക്ഷം പ്രതിഷേധത്തിന് വഴിമാറി. കൂക്കി വിളിച്ചാണ് ലീഗ് പ്രവർത്തകർ കെ.പി.സി.സി. പ്രസിഡന്റിനെ വരവേറ്റത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം രൂക്ഷമാകുന്നതിനിടെ വി.ഡി. സതീശന് അനുകൂലമായി പരസ്യപ്രകടനം നടത്തിയ 15 നേതാക്കൾക്കെതിരെ കെ.പി.സി.സി. അച്ചടക്ക നടപടി തുടങ്ങി. കെ.പി.സി.സി. അംഗം ചെമ്പഴന്തി അനിൽ, INTUC ജില്ലാ പ്രസിഡന്റ് വി.ആർ. പ്രതാപൻ എന്നിവരടക്കമുള്ള പ്രമുഖ നേതാക്കൾക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ N.S. രാജ സുബ്രഹ്മണിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിക്കും. നിലവിലെ CDS ജനറൽ അനിൽ ചൗഹാൻ മെയ് 30-ന് ഔദ്യോഗിക കാലാവധി പൂർത്തിയാക്കി വിരമിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയമനം. കെ.സി. വേണുഗോപാലിന്റെ ഫ്ലക്സുകൾ നശിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഔദാര്യം പറ്റിയവർ പോലും മിണ്ടാതിരുന്നുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഇത് ശരിയല്ല. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ജയിച്ചവർ പോലും അദ്ദേഹത്തിന്റെ ചിത്രം അപമാനിക്കപ്പെട്ടപ്പോൾ പ്രതികരിച്ചില്ലെന്നും ഉണ്ണിത്താൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ തെരുവിലേക്ക് വലിച്ചിഴക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. സുവേന്ദുവിനെ കൂടാതെ 5 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചാബ് ഊർജ വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയുടെ വസതിയിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് 5 കേന്ദ്രങ്ങളിലും ഇഡിയുടെ വ്യാപക പരിശോധന. ചണ്ഡീഗഡിലെ സെക്ടർ 2-ലുള്ള മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന റെയ്ഡ് മണിക്കൂറുകളോളം നീണ്ടു. റെയ്ഡിന് പിന്നാലെ മന്ത്രിയെ ഇഡി കസ്റ്റഡിയിലെടുത്തതായാണ് റിപ്പോർട്ടുകൾ. സ്വർണ്ണവിലയിൽ ഇന്ന് പവന് 240 രൂപ കുറഞ്ഞ് 1,11,720 രൂപയായി. ഇന്നലെയും പവൻ വിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ഈ മാസത്തെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന സ്വർണ്ണ നിരക്ക് രേഖപ്പെടുത്തിയത് മെയ് 7-നായിരുന്നു. അന്ന് പവന് 1,12,200 രൂപയായിരുന്നു. ജർമ്മനിയുടെ രാജ്യാന്തര കുടിയേറ്റ നയത്തിൽ ഏറ്റവും മുൻഗണനയുള്ള രാജ്യം ഇന്ത്യയെന്ന് ജർമ്മൻ മൾട്ടിലാറ്ററൽ അഫയേഴ്സ് കമ്മീഷണർ ഫ്ലോറിയൻ ലോഡി. വിദഗ്ധ തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സുകളിൽ ഒന്നായാണ് ജർമ്മനി ഇന്ത്യയെ കാണുന്നത്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ മിഷൻ സംഘടിപ്പിച്ച കുടിയേറ്റ ഭരണത്തിൽ ഡിജിറ്റൽ നവീകരണത്തിന്റെ സ്വാധീനം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.